നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വിഷയവുമായിട്ടാണ്. ഫാറ്റി ലിവർ. ഇന്ത്യയിൽ പൊതുവെ കോമൺ ആയിക്കൊണ്ട് എല്ലാവരിലും കണ്ടുവരുന്ന, മുതിർന്നവരിലും അതേപോലെ തന്നെ കൊച്ചു കുട്ടികളിലും ഒക്കെ കണ്ടുവരുന്ന ഒന്നാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കരളിലെ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഫാറ്റി ലിവർ കണ്ടുവരുന്നത് അമിതമായ പൊണ്ണത്തടിയുള്ള ആൾക്കാർ, അമിതമായി കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, പ്രമേഹമുള്ളവർ, നന്നായിട്ട് മദ്യപിക്കുന്ന, ആൽക്കഹോളിൻ്റെ ഉപയോഗം അമിതമായിട്ടുള്ള ആൾക്കാർ എന്നിവരിലൊക്കെ ഈ ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് ഈ ഫാറ്റി ലിവറിന് പൊതുവേ ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിലും ഇത് തിരിച്ചറിയാനും അതിന് ട്രീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ മാരകമായ കരൾ വീക്കം, അതേപോലെ തന്നെ കരൾ സിറോസിസ് പോലെയുള്ള രോഗങ്ങളിൽ ചെന്നെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ആധുനിക യുഗത്തിൽ, ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലും അതേപോലെ തന്നെ ആയുർവേദത്തിലും ഹോമിയോയിലും ഒക്കെ ഇതിന് ട്രീറ്റ്മെൻറ്റും അതിന് മെഡിസിനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും ഈ അടുത്തിടെ മൃഗങ്ങളിൽ നടത്തിയ ഒരു പഠനം പറയുന്നത് ഈ ഫാറ്റി ലിവറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഒരു ഇലയാണ്. ആ ഇല നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന മുരിങ്ങ ഇലയാണ്. മുരിങ്ങ ഇലയ്ക്ക് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വളരെയധികം സഹായം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി ലിവർ ഇല്ലാണ്ടാക്കാൻ മാത്രമല്ല, അതേപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും മുരിങ്ങയിലയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്തൊക്കെയാണ് മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുള്ളത്? മുരിങ്ങയില എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും ഒരു കലവറയാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അയൺ, കാൽസ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നിവയുടെ ഒരു ബൃഹത്തായ ഒരു കലവറയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ മുരിങ്ങയിലയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ ഫാറ്റി ലിവർ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം, ചില സമയങ്ങളിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിലൂടെ വിഷാംശങ്ങൾ നമ്മുടെ കരളിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിൽ കരളിനെ സാരമായ ക്ഷതം ഏൽക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മുരിങ്ങയില ഈ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാനും അതേപോലെ തന്നെ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ കരളിലെ എൻസൈമുകളുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ ഈ മുരിങ്ങയിലേക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ മുരിങ്ങയില നമുക്ക് എങ്ങനെയൊക്കെ കഴിക്കാം? നമുക്ക് മുരിങ്ങയില പലതരത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. കറി ഉണ്ടാക്കി കഴിക്കാം, അതേപോലെ തന്നെ സൂപ്പിലൂടെ നമുക്ക് മുരിങ്ങയില കഴിക്കാം. മുരിങ്ങ ചായ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്നാക്സുകൾ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് വട, അതേപോലെ ചപ്പാത്തി നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ അതിലും മുരിങ്ങയില ചേർത്തുകൊണ്ട് അങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ മുരിങ്ങയില നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് അമിതമായി മുരിങ്ങയില കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ചെറിയ തോതിൽ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അധികമായാൽ അമൃതവും വിഷമാണല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ പതുക്കെ മുരിങ്ങയില നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്.